സ്നാനമേറ്റു, അനേകരവിടെ സ്നാനമേറ്റു, അനേകർ പ്രാർത്ഥിച്ചു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, അനേക കാര്യങ്ങളെ പ്രാർത്ഥിച്ചു. പക്ഷേ യേശു വന്ന് അവിടെ നിൽക്കുകയാണ്. യേശു വന്നു, സ്നാനപ്പെട്ടു, അവൻ പ്രാർത്ഥിക്കുകയിൽ സ്വർഗം തുറന്നു. എന്തിയെ മറ്റുള്ളവർ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നില്ല? ഈ യേശു മാത്രം പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് സ്വർഗം തുറന്നു? യേശു പ്രാർത്ഥിച്ചപ്പോൾ മാത്രം സ്വർഗം തുറക്കാൻ ഇടയായത് ഇതിന്റെ ഏക കാരണമെന്ന് പറഞ്ഞാൽ യേശു വന്നതിന്റെ ലക്ഷ്യം വ്യത്യാസമായിരുന്നു. യേശു ഈ ഭൂമിയിൽ വന്നത് തന്റെ പിതാവിന്റെ പ്രവർത്തികളെ തികയ്ക്കാനാണ്. യേശു തന്റെ പിതാവിന്റെ പ്രവൃത്തി എന്താണ്? തന്റെ പിതാവിന്റെ പ്രവൃത്തി സകല മാനവരാശിയെയും അവരുടെ പാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ദൈവഹിതം നിറവേറ്റാനായിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ ജീവിതം കൊണ്ട് പിതാവേ അങ്ങയുടെ നാമം മഹിമപ്പെടണമേ, അങ്ങയുടെ രാജ്യം വളരണമേ എന്നുള്ള ആ യേശുവിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. യേശുവിന്റെ ലക്ഷ്യം ഇതാണ്: കർത്താവേ എന്റെ നാമം ഞാൻ മൂലം പിതാവേ അങ്ങയുടെ രാജ്യം മഹത്വപ്പെടണം, അങ്ങ് മഹിമപ്പെടണം, അങ്ങയുടെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണം, അങ്ങ് മൂലം ഞാൻ മൂലം ഈ മാനവജാതി ഉദ്ധരിക്കപ്പെടണം എന്നുള്ള ബോധ്യത്തോടെ അവിടെ വന്ന് നിന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥന. സ്വർഗം തുറന്നു. ഇന്ന് ഈ രാത്രികാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇതിന്റെ അകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥനകളും ലക്ഷ്യങ്ങളും മാറട്ടെ. നിങ്ങളുടെ ലക്ഷ്യം ദൈവരാജ്യമായി മാറട്ടെ. നിങ്ങൾ ബോധമുള്ളത് ദൈവരാജ്യമായി മാറട്ടെ. ഇന്ന് ഈ രാത്രികാലം മുതൽ ലക്ഷ്യങ്ങൾ ചില വ്യക്തികളുടെ മാറുകയാണ്. ഇങ്ങനെ ലക്ഷ്യം മാറുമ്പോൾ പ്രാർത്ഥനകൾ കേൾക്കാൻ തുടങ്ങും. കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താതെ. ലൂക്കോസിന്റെ സുവിശേഷം 2:23 വായിച്ചാൽ जब यीशु ने उपदेश करना आरंभ किया तब वह लगभग 30 वर्ष का था. जब यीशु ने उपदेश किया